ഇതുപോലെ മനോഹരമായ ഹോം ടൂർ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കായിട്ട് ഒരു മനോഹരമായ ഉരുന്നില വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഹലോ ഹായ്, ആയ മുസിന ഷാഫി. ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് തുപ്രങ്ങോടാണ്. എന്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് നൂറുദ്ദീൻ റംഷിയ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് 1210 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയിട്ട് പണി കഴിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ ഈ മനോഹരമായ വീടിന്റെ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കൂ. ഏകദേശം 5 സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീട് പണിതിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് മുറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് പ്രകൃതിയോട് ഇണങ്ങിയ തരത്തിൽ ഒരുപാട് അടിപൊളി പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് നിന്നില്ലേ നേരെ കയറി വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു കാർപോച്ചാണ് കേട്ടോ. ഈ കാർപോച്ച് അടക്കാണ് 1210 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ 1080 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത്. മൊത്തത്തിൽ ഒരു ഓഫ് വൈറ്റ് കളർ തീമിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ഒത്തിരി ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എക്സ്റ്റീരിയറിലെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു മുകൾ ഭാഗത്തും അതേപോലെ തന്നെ നമ്മുടെ കാർപോച്ചിന്റെ മുകളിലായിട്ടും ജിയായിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇനിയിപ്പോ അതല്ലാതെ നമ്മുടെ എക്സ്റ്റീരിയറിൽ എടുത്തു പറയത്തക്ക കാര്യമായിട്ടുള്ള ഡിസൈനിങ് ഒന്നും വരുന്നില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളിയായിരിക്കും അല്ലേ. ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കിയാലോ. ചുറ്റുഭാഗവും ഓപ്പൺ ആക്കിയിട്ട് അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് ഇവരിവിടെ ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഇതേ ചുറ്റുഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും പ്ലാൻ ബോക്സിലും അല്ലാതെ ആയിട്ടൊക്കെ ഇതുപോലെ പ്രകൃതിയോട് ഇണങ്ങിയ തരത്തിൽ ഒരുപാട് നാച്ചുറൽ പ്ലാന്റ്സ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതേ 2 സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. സ്റ്റെപ്പിന്റെ ചുറ്റുഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു പ്ലാന്റ്സ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെപ്പിലായിട്ടും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് ഇതുപോലെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ട് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു എൽ ഷേപ്പ് പോലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കാനുള്ള ചെയർ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേ ചെയേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു സിറ്റിംഗ് ഏരിയയും ചെയ്തിരിക്കുന്നു. ഈ സിറ്റിംഗ് ഏരിയന്റെ ഈ ഒരു ബേസിൽ നോക്കുകയാണെങ്കിലും സ്റ്റെപ്പിൽ കണ്ട സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ഒക്കെ ആയിട്ട് നിങ്ങൾ വിൻഡോസ് ശ്രദ്ധിച്ചു കാണും. ഇതുപോലെ UPVC സ്ലൈഡിംഗ് വിൻഡോസ് തന്നെയാണ് മൊത്തമായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരാണെങ്കിൽ മഹാഗണി വുഡിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. 4 വരുന്ന രീതിക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ ഏകദേശം ഒരു 11,000 രൂപ കോസ്റ്റിലാണ് ഈ ഒരു ഡോർ ഇവിടെ പണിതിട്ടുള്ളത്. സ്റ്റീലിന്റെ 2 ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വീടിന്റെ അകത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുറത്ത് എക്സ്റ്റീരിയർ ലുക്ക് ഒക്കെ കണ്ട പോലെ തന്നെ വളരെ അടിപൊളിയായിട്ടാണ് വീടിന്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി വന്നപ്പോ തന്നെ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവുക നമ്മുടെ ഡൈനിങ് ഏരിയ ആണല്ലേ. അപ്പൊ ലിവിംഗ് ഏരിയ എവിടെ അത് കാണിച്ചു തരാട്ടോ. നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു ലിവിംഗ് ഏരിയ കാണാം. ലിവിംഗിന്റെ ഈ ഒരു എൻട്രൻസിനെ ഭംഗിയാക്കാനായിട്ട് ഇതുപോലെ ജിയായിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തെ എക്സ്റ്റീരിയർ കണ്ട പോലെ തന്നെ ഇവിടെ വീടിന്റെ ഉള്ളിലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഒരു ജിയായി അടക്കം മൊത്തത്തിൽ വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. മിനിമൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഈ ഒരു സ്പേസിൽ എൽ ഷേപ്പിലായിട്ട് ഇവരുടെ ഈ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30,000 രൂപയാണ് ഈ ഒരു സോഫയുടെ കോസ്റ്റ് വരുന്നത്. ഇതുവരെ ഈ ഒരു കളർ തീമിനോടൊക്കെ മാച്ച് ആക്കിക്കൊണ്ട് കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഇതേ തീമിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ലിവിംഗ് ഏരിയനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വോൾ ലൈറ്റ്സ് കൊടുത്തത് കാണാം. അതേപോലെ തന്നെ സീലിംഗിലായിട്ട് ജിപ്സത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലോറിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇവിടെ നമ്മുടെ കിച്ചൺ അടക്കം ഫ്ലോർ മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം 58 രൂപ വരുന്ന മാർബണൈറ്റ് ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കാം. ഇവിടെ ഏകദേശം 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിളും അതിനൊക്കെ മാച്ച് ആക്കിക്കൊണ്ട് നല്ല ഗ്രീൻ കളറിൽ വരുന്ന ഇതുപോലത്തെ ചെയറും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി വിൻഡോസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അൾജീരിയ സ്ലൈഡിംഗ് വിൻഡോസ് ആണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ട നമ്മുടെ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 22,000 രൂപയാണ്. കർട്ടൻ ഇൻക്ലൂഡ് അല്ലാതെ നമ്മുടെ വിൻഡോസിനായിട്ടുള്ള ഏകദേശം ഒരു കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 80,000 രൂപന്റെ അടുത്താണ് കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടാണെങ്കിലും ഒത്തിരി ഭംഗിയുണ്ട് അല്ലേ ഈ ഒരു വാഷ് ഏരിയ ഇവിടെ കാണാനായിട്ട്. ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു ബാക്ക് വോൾ ആയിട്ട് നോക്കുകയാണെങ്കിലും ലൂവർ ഡിസൈനും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ബാക്ക് വോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഹാഫ് സർക്കിൾ LED ലൈറ്റിംഗ് മിറർ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ്. താഴെയായിട്ട് ഇതേപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുഞ്ഞു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂംസും കിച്ചണും ഒക്കെ കാണണ്ടേ. ഇവിടെ ടോട്ടലി 2 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഡോർ തുറന്ന് നേരെ കയറി വരുന്ന സമയത്ത് തന്നെ കാണുന്ന തരത്തിൽ ഇതുപോലെ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഷോക്കേസിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു CNC ഡിസൈനും വരുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഷോക്കേസിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അത് നമുക്ക് എന്തായാലും കിച്ചണിൽ കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലിവിംഗിൽ കണ്ട പോലെ തന്നെ ഇവിടെ നമ്മുടെ
നമ്മുടെ ഡൈനിങ് ഏരിയന്റെ സീലിംഗും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ജിപ്സത്തിൽ തന്നെ ഒരു വുഡൻ തീമിൽ ഒരു ബോർഡ് വരുന്നുണ്ട്. അതിലായിട്ട് തന്നെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ വീടിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ഡൈനിങ്ങും ലിവിംഗും ഒക്കെ തന്നെ കാണുള്ളൂ കേട്ടോ. ഇവിടെ നമ്മുടെ ബെഡ്റൂംസ് എവിടെയെന്നുള്ള ചോദ്യം ഉണ്ടാവില്ലേ, അതിനായിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊരു പാസേജ് വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് കാണാത്ത തരത്തിൽ കുറച്ച് ഹൈഡ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ ബെഡ്റൂംസിന്റെയും കിച്ചണിന്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹോളിലെ ഒരു കോമൺ ബാത്റൂമും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ കിച്ചണും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിൽ നമ്മൾ സെയിം നമ്മുടെ സിറ്റിംഗ് ഏരിയയിലൊക്കെ കണ്ടില്ലേ, ആ ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. കൂടാതെ ഇവിടെ താഴെ ആയിട്ട് നോക്കിയാൽ ഇതേപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. GI തന്നെയാണ് കേട്ടോ ഈ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ ഒരു ബെഡ് ആയാലും വാർഡ്രോബ് ആയാലും മൊത്തത്തിൽ ഒരു ബെഡ്റൂം സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് വന്നിട്ടുള്ളത്. കോട്ടിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു സൈഡ് ടേബിൾ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോട്ടിന് ഓപ്പോസിറ്റ് വോളിലായിട്ട് വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് ഒരു വാർഡ്രോബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിയാലില്ലേ, നമ്മുടെ കുട്ടികൾക്ക് സ്റ്റഡി ടേബിൾ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതുപോലെ ഫോൾഡബിൾ ആയിട്ടാണ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതവിടെ മടക്കി വെച്ചാൽ ആ സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈ റൂമിലെ വിൻഡോസ് ഒക്കെ സെയിം ആണെങ്കിലും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വാർഡ്രോബ്. വുഡ് ആൻഡ് വൈറ്റ് തീമിൽ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ റൂമിലായിട്ട് ബാത്റൂം വരുന്നില്ല, പകരം ഇവിടെ ആയിട്ട് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ലൊരു സ്പേസിലാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമും കിച്ചൺ ഒക്കെ നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഈ ബോൾ കാണാൻ നല്ല ഭംഗിയാക്കുന്ന തരത്തിൽ ടെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇനി ഇവിടുത്തെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. ഈ ഒരു ബെഡ്റൂമും സിമ്പിൾ ആയിട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു വാം ലൈറ്റ് ഒക്കെ ആയിട്ട് ഒത്തിരി ഭംഗിയായിട്ട് ചെയ്ത ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട്. ഇവിടെ കുഷൻ ഒക്കെ വരുന്ന ടൈപ്പ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് അവിടെ കണ്ട പോലെ തന്നെ ഒരു സൈഡ് ടേബിളും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വാർഡ്രോബിന്റെ ഏരിയ. ഇതുവരെ ചെയ്യിച്ചതാണ് കേട്ടോ. സെയിം നമ്മുടെ കിച്ചന്റെ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിന്റെ ഒക്കെ കണ്ടില്ലേ, ആ ഒരു കബോർഡ് വർക്ക് തന്നെയാണ് ഇതും. അത്യാവശ്യം നല്ലൊരു കളർ തീം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലോവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അതിലായിട്ടാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും ഇവിടെ നോക്കിയാൽ ഇതേപോലെ തന്നെ ഒരു ഫോൾഡബിൾ ടേബിൾ വരുന്നുണ്ട്. ഈ റൂമിൽ സീലിംഗിലായിട്ടും സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. അപ്പൊ നമുക്കിനി നമ്മുടെ കിച്ചൺ നോക്കല്ലേ, അത്യാവശ്യം സ്റ്റോറേജിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു മോഡുലാർ കിച്ചൺ കൺസെപ്റ്റിലാണ് കേട്ടോ വരുന്നത്. കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ സ്റ്റോറേജിനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഒരു ഷോക്കേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേകത വരുന്നുണ്ടെന്ന്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഒരു ട്രേ ഇല്ലേ, ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റും. ഇനിയിപ്പോ ഇത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാൽ രണ്ട് ഉപകാരമുണ്ട്. ഒന്ന്, നമ്മുടെ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഫുഡ് ഇങ്ങോട്ട് സേവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഡൈനിങ്ങിലോട്ടും ലിവിംഗിലേക്കും ഒക്കെ നമുക്കൊരു നോട്ടം കിട്ടും. ഇനി അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ ഒരു ക്രോക്കറി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ സി ടൈപ്പ് ആയിട്ട് തന്നെ നമ്മുടെ റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സി ടൈപ്പിലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു റാക്ക് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ആയിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ ബോഡി ടൈലാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റിന് ഏകദേശം 200 രൂപ വരുന്ന ടൈലാണ്. ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ സിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ടുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ തീമിൽ തന്നെയാണ് വരുന്നത്. മുകളിൽ മാത്രമല്ല കേട്ടോ, താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഓരോന്നിനായിട്ടും അതത് ക്യാബിൻസ് തന്നെ കൊടുത്തത് കാണാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനായിട്ട് ഇതേ നോക്കിയാൽ 2 ഹൈ ചെയർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സ്പേസിലും ഇതേപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർട്ടീഷൻ ഒന്നും വരുന്നില്ല. ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ പാർട്ടീഷനും ഒപ്പം മുകളിലായിട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് പാർട്ടീഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയൊരു അടുപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് വിറക് വെക്കാനുള്ള ഈ ഒരു സ്പേസും സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്ത്
ഭാഗത്ത് നോക്കുകയാണെങ്കിലേ നമുക്ക് ഇവിടെ നിന്നോട് നമ്മുടെ വർക്ക് ചെയ്യാനും അതേപോലെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വെക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു റാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് കാണാനും പറ്റുന്നില്ല. ഇനി നമ്മുടെ ഈ ഒരു കിച്ചണിന് സ്പേസ് കുറയാത്ത തരത്തിൽ കുറച്ച് പുറത്തോട്ട് തള്ളിയ രീതിക്കാണ് ഈ ഒരു സിങ്കിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് പുറത്തോട്ട് വെള്ളം എടുക്കാത്ത തരത്തിൽ തന്നെ ഇവിടെ എഡ്ജിലായിട്ട് ഒരു ബോർഡർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു റാക്കും വരുന്നുണ്ട്. ഇത് നമ്മുടെ പ്ലാനിലുള്ളതല്ല കേട്ടോ. ഇവർ അഡീഷണൽ ആയിട്ട് ഇത് പുറത്തോട്ട് ജസ്റ്റ് ഒരു സ്പേസ് എടുത്തതാണ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ടോട്ടൽ ഈ വീട് ചെയ്യാൻ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 20 ലക്ഷം രൂപയാണ് കേട്ടോ. അത് തന്നെ ഒരു 3 ലക്ഷം രൂപക്ക് ഇവർക്ക് ഫൗണ്ടേഷൻ വർക്കിനായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ എല്ലാ പ്രൊഡക്റ്റും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ ഞങ്ങളെ കമന്റിൽ അറിയിക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തായിട്ടുള്ള ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.